നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാതെ മുങ്ങി നടക്കുകയെന്നു പുറത്തുനിന്ന് പൊറാട്ടയൊക്കെ കൊണ്ടുവന്നു. ഞാൻ നല്ല ഒരു അടിപൊളി ചിക്കനും ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ല ഒരു അടിപൊളി കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞാൻ അത് ഉച്ചക്ക് കൂടി കിട്ടാവുന്ന രീതിയിലാണ് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടുള്ള കറി ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് നല്ലൊരു ഗീ റൈസ് റെഡിയാക്കാമെന്ന് കരുതി. ഇതുമൂന്ന് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇതുമൂന്നൊന്നും സ്കൂളില്ല, അവൾ സ്കൂളിലെ സ്പോർട്സും കലാപരിപാടികളൊക്കെയാണ്, അതുകൊണ്ട് അവൾ പോയിട്ടില്ല. ഭയങ്കര മടിയാണ് നോക്ക്. നീനും ആയാലും മോളും ആയാലൊക്കെ സ്കൂളിൽ സ്പോർട്സും പരിപാടി ആർട്സൊക്കെ എന്തുണ്ടായാലും അവർ സ്കൂൾക്ക് പോകും കേട്ടോ. ഇതുമൂന്നും എന്താ അറിയില്ല, ഭയങ്കര മടിയാണ്. അപ്പോൾ ഓൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇനി സാധാ റൈസ് ഉണ്ടാക്കിയാലും ചോറുണ്ടാക്കിയാലും ഒക്കെ ഭയങ്കര മടിയാണ് കഴിക്കാനും. നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതി. ചിക്കൻ കറി ഉണ്ടല്ലോ, അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് മീൻ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഉച്ചയ്ക്ക് എന്തെങ്കിലും ലഞ്ച് ഉണ്ടാക്കണം, നന്നാക്കി കൊടുക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാത്തല്ലേ എന്ന് കരുതി വേഗം എൻ്റെ പണികളൊക്കെ ഞാൻ നല്ലൊരു ചായ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായ കുടിച്ചപ്പോൾ തന്നെ എൻ്റെ മടികളും തലവേദനയൊക്കെ അങ്ങനെ മാറിയിട്ട് അപ്പോൾ ഞാൻ വേഗം കിച്ചണിൽ വന്നു. രാവിലെ പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പാത്രങ്ങൾ കഴുകാനോ അങ്ങനെ കുറവൊന്നുമില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് നന്നാക്കി കഴുകി വെച്ചു. വേഗം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കണ എൻ്റെ ഗ്ലാസ് അരിക്ക് അനുസരിച്ച് ഗ്ലാസ്സിലാണ് ഞാൻ അരി എടുക്കാറുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഞാൻ കറണ്ടിൻ്റെ അടുപ്പത്ത് നിന്ന് വെച്ചിട്ടുണ്ട്. അത് തിളക്കുമ്പോഴേക്കും നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം. അപ്പോൾ എനിക്കതായി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് എറിയുന്നതാണ് കേട്ടോ ഇഷ്ടം. കട്ടിങ് ബോർഡ് വെച്ച് അരിയുന്നതിനേക്കാൾ ഇഷ്ടം നമ്മൾ കൈകൊണ്ട് അരിയുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടി നൈസായിട്ട് കിട്ടും കേട്ടോ. ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉള്ളി അത്യാവശ്യം നന്നായിട്ട് നൈസായിട്ട് കിട്ടണമല്ലോ. അങ്ങനെ ഞാൻ വേഗം കുക്കറിൽ അടുപ്പത്ത് വെച്ചു. നെയ്യും സൺഫ്ലവർ ഓയിലും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാറുള്ളത്. അതിലേക്ക് ഉള്ളി അരിഞ്ഞിട്ടു. പിന്നെ ഇവിടെ ഏലക്കായ്, കറാമ്പട്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും മക്കൾക്ക് ഇഷ്ടമല്ല. അവർക്ക് അത് കടിക്കണതൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. അങ്ങനെ ഉള്ളി ഒന്ന് വാട്ടി പിന്നെ അത് ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ തിളച്ച് നിൽക്കുന്ന വെള്ളം ഒഴിച്ചു. പിന്നെ അരി കഴുകി ഇടുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ ഇച്ചിരി ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണീൻ്റെ മസാല എന്തെങ്കിലും ഒന്ന് ഇച്ചിരി ഇട്ട് കൊടുക്കും. ഉപ്പിട്ട് ജസ്റ്റ് അതന്നെ ഒറ്റ വിസിൽ നമ്മൾ നെയ്ച്ചോറ് റെഡി ആവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വേഗം കൊണ്ടുവന്ന മീനുണ്ടായിരുന്നു, അത് നന്നായിട്ട് കഴുകി. അപ്പോൾ അതിൻ്റെ തലയും വാലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ തലയിലായാലും വാലിലായാലും ഒക്കെ നല്ലോണം ഇറച്ചിയുള്ള സൈസ് മീനാണ്. മീനിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ എനിക്കത് എന്താ പറയുക, മുളക് ഇടുന്നതിനേക്കാൾ ടേസ്റ്റ് പൊരിക്കുന്നതായിരിക്കും തോന്നി. അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകി നല്ല മസാലപ്പൊടികളും ഒക്കെ കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. ആവശ്യത്തിനുള്ളത് മാത്രം എണ്ണ അനുസരിച്ച്, ഇപ്പോൾ ആരാണോ കഴിക്കുന്നത് അവർക്കുള്ള അനുസരിച്ച് ഞാൻ പൊരിക്കാറുള്ളൂ. ബാക്കിയുള്ളത് നേരം ഫ്രിഡ്ജിലേക്ക് പൊരിച്ച് വെക്കാറില്ല. അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് അവിടെ സെറ്റായിട്ടുണ്ട്. മീനിത് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി, ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെയുള്ള കറിയൊക്കെ ഉണ്ട്. ഇതുപോലെ വെയിറ്റിംഗ് ആണ്. നല്ല മണം വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡിനും കുറച്ച് വേഗം ഫുഡ് വിളമ്പി. ഇവിടെ പിന്നെ വേറെ പാത്രത്തിലൊന്നും വിളമ്പില്ല, ഞാനൊരു പാത്രത്തിൽ വിളമ്പി അങ്ങനെ കൊടുക്കാറ്. എൻ്റെ ഹസ്ബൻഡിനൊക്കെ അതാണ് കേട്ടോ ഇഷ്ടം.